ഇവിടെ 6 പൊക്കമുള്ള ഇതിന്റെ ഒരു കൊണാണ്ടർ ഇവിടെ നിൽപ്പുണ്ട്. എന്താണ് ചേട്ടാ നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ് നിൽക്കുന്നത് ചേർത്തലയിലാണ്. ചേർത്തലയിൽ നിങ്ങളുടെ കമ്പനിയുടെ പേരണ ഒരു മാറ്റമില്ലല്ലോ. എന്ത് കാറാണ് ഇവിടെ എനിക്കറിയത്തില്ല. എനിക്ക് വണ്ടിയെ കുറിച്ച് ആധികാരികമായിട്ട് ഒന്നും അറിയത്തില്ല. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഈ പിള്ളേരൊക്കെ ഇനി കൂലിപ്പണിക്ക് നോക്കോളം, ഇവിടുത്തെ പണിയൊക്കെ നിർത്തിക്കോളൂ കേട്ടോ. നിങ്ങൾ വേറെ എന്തെങ്കിലും പണി നോക്കുക. നിങ്ങളുടെ ഷോറൂം നിർത്താൻ പോവുകയാണ്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇതുപോലൊരു കിടുതാപ്പും പൊക്കി പിടിച്ച് വേറൊരു പേരിനറിയാതില്ല. പയ്യന്റെ പേരറിയാവും. അവസ്ഥ എന്നറിയാൻ വേണ്ടി ഇവിടെ വരികയുണ്ടായി. ഇപ്പം ഷോറൂമിനെതിരായിട്ട് നിങ്ങൾ ഭയങ്കര ഉടായ്പാണ്, നിങ്ങൾ ചെയ്യുന്ന ഒന്നും ശരിയല്ല, നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധാരണ എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടായ പ്രശ്നം? ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്നത്. ബിസിനസ് എഫക്ട് ചെയ്യുന്നത്. എൻ്റെ പൊന്നു മക്കളെ സഞ്ജു, ഇപ്പം ഞാൻ ഈ പിടിച്ചിരിക്കുന്ന പോലെ ഒരു കിടുതാപ്പും തൂക്കി പിടിച്ച് അണ്ണാക്കിലോട്ട് കുത്തിക്കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരനെ പോലെയുള്ള ഇവരെ പോലെയുള്ള ഈ ജീവിക്കുന്ന ജോലി ചെയ്ത് ജീവിക്കുന്ന ഈ കുട്ടികൾക്കും ഒക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. എടാ നാറികളെ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? PSN മൂവാറ്റുപുഴ, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. PSN മൂവാറ്റുപുഴ, ഹിറ്റാച്ചിയുടെ ഈ തൊലിഞ്ഞ വണ്ടി കൊടുക്കുന്ന PSN മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നെടുങ്കണ്ടത്താണ്. നെടുങ്കണ്ടത്ത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? ദേവതയുടെ നല്ല നിലയിൽ പോകുന്ന ഒരു സ്ഥാപനം പൂട്ടിക്കരുതല്ലേ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇത്രയും രാവിലെ എങ്ങോട്ടാ നീ? മേലുകാവിൽ ഇന്നാണല്ലോ വെട്ടിനിരത്തൽ. ാണിത്. ഇവർ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇതിലെന്തോ കൈയുണ്ട്. എന്നിട്ട് PSN എന്ന് പറയുന്ന കുത്തക മുതലാളിമാർ, ആ നാറികൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ചെറ്റത്തരത്തിന് പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകർ മറുപടി കൊടുക്കുമെന്ന് കരുതുന്നു. നിർത്തട്ടെ. സ്വന്തം സൂരജ് പാലക്കാരൻ. നാണാവില്ലല്ലോ നിനക്ക് ഇങ്ങനെ ഒരു മുതലാളിയുടെ വാലായിട്ട് നടക്കാൻ? മേലനെങ്കിൽ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? കൂലിപ്പണിക്ക് പോവോ ഇതിലും ഭേദം.